നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. നടൻ ഷാനവാസ് അന്തരിച്ചു. 71 വയസ്സായിരുന്നു. നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ മകനാണ്. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അന്ത്യം. 50-ലേറെ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ബാലചന്ദ്ര മേനോന്റെ സംവിധാനത്തിൽ 1981 പുറത്തിറങ്ങിയ പ്രേമഗീതങ്ങളാണ് ഷാനവാസിന്റെ ആദ്യ ചിത്രം. കുറച്ചു വർഷമായി വൃക്ക ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ആരോഗ്യനില ഗുരുതരമായതോടെ ആശുപത്രിയിൽ എത്തിച്ചത്. സംസ്കാരം ചൊവ്വാഴ്ച വൈകുന്നേരം പാളയം ജമാഅത്ത് ഖബർസ്ഥാനിൽ നടക്കും. മഴനിലാവ്, ഈ യുഗം, മണിയറ, നീലഗിരി, ഗർഭശ്രീമാൻ, സക്കറിയുടെ ഗർഭിണികൾ തുടങ്ങിയ ഒട്ടേറെ പ്രമുഖ ചിത്രങ്ങളിൽ അഭിനയിച്ചു. പൃഥ്വിരാജ് ചിത്രം ജനഗണമനയിലാണ് ഒടുവിൽ വേഷമിട്ടത്. ശംഖുമുഖം, വെളുത്ത കത്രീന, കടമറ്റത്ത് കത്തനാർ, സത്യമേവ ജയതേ തുടങ്ങിയ സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് ജയിൽ മോചനത്തിനായി ശക്തമായ ഇടപെടൽ നടത്തിയ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന് നന്ദി പറഞ്ഞ് ക്രൈസ്തവ നേതാക്കൾ. സംസ്ഥാന കാര്യാലയമായ മാരാർജി ഭവനിലേക്ക് കേക്കുമായാണ് ക്രൈസ്തവ നേതാക്കൾ എത്തിയത്. വിവിധ ക്രൈസ്തവ സഭകളുടെ കൂട്ടായ്മ ആക്ടസിന്റെ പ്രതിനിധികളാണ് BJP സംസ്ഥാന അധ്യക്ഷനെ കണ്ട് നന്ദി പറഞ്ഞത്. ഫുട്ബോൾ ഇതിഹാസം മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലെത്തുമെന്ന് പറഞ്ഞ് പാലക്കാട്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകളിൽ CPM പ്രചാരണം നടത്തിയത് ആളെ പറ്റിക്കാൻ. ലയണൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് വരില്ലെന്ന് കായികമന്ത്രി V. അബ്ദുറഹ്മാൻ സ്ഥിരീകരിച്ചു. ഒക്ടോബറിൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലെത്തുമെന്നാണ് നേരത്തെ മന്ത്രി പറഞ്ഞിരുന്നത്. എന്നാൽ ഒക്ടോബറിൽ കേരളത്തിൽ വരാനാവില്ലെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അറിയിച്ചതായി മന്ത്രി സ്ഥിരീകരിച്ചു. BJP സംസ്ഥാന ഉപാധ്യക്ഷനും MP-യുമായ C. സദാനന്ദൻ മാസ്റ്ററെ വധിക്കാൻ ശ്രമിച്ച കേസിൽ വിചാരണ കോടതിയും ഹൈക്കോടതിയും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ CPM-കാരായ 8 പ്രതികളും ഇന്നലെ ഉച്ചയോടെ തലശ്ശേരി കോടതിയിൽ കീഴടങ്ങി. അതേസമയം കോടതിയിൽ കീഴടങ്ങുന്നതിന് മുന്നോടിയായി രാവിലെ CPM പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പ്രതികൾക്ക് യാത്രയയപ്പും നൽകി. യാത്രയയപ്പിന് സ്ഥലം MLA കൂടിയായ മുൻ മന്ത്രിയും CPM നേതാവുമായ KK ശൈലജയും പങ്കെടുത്തു. കോടതി പരിസരത്ത് മുദ്രാവാക്യങ്ങളുമായി CPM പ്രവർത്തകരും നേതാക്കളും നിലയുറപ്പിച്ചു. വൈകുന്നേരത്തോടെ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിച്ചപ്പോഴും നേതാക്കളും പ്രവർത്തകരും മുദ്രാവാക്യങ്ങളുമായി സ്ഥലത്ത് തമ്പടിച്ചു. പരസ്യമായി ജുഡീഷ്യറിയെ വെല്ലുവിളിച്ചുള്ള MLA-യുടെ നേതൃത്വത്തിലെ യാത്രയയപ്പും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കോടതി ജയിൽ പരിസരങ്ങളിൽ അഭിവാദ്യം അർപ്പിച്ചുള്ള മുദ്രാവാക്യം വിളികളും വിവാദത്തിനും പ്രതിഷേധത്തിനും കാരണമായിട്ടുണ്ട്. കൊലക്കേസുകളിലടക്കം പ്രതികളായിട്ടുള്ള ആളുകൾക്ക് CPM പരസ്യമായി യാത്രയയപ്പ് നൽകുന്നത് സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്ന് C. സദാനന്ദൻ മാസ്റ്റർ MP. മട്ടന്നൂർ പഴശ്ശിയിൽ വെച്ച് കേസിലെ പ്രതികൾക്ക് CPM നേതാക്കളുടെ വക സ്വീകരണം നൽകിയതും സ്വീകരണത്തിൽ മട്ടന്നൂർ MLA KK ശൈലജ ഉൾപ്പെട്ടവർ പങ്കെടുത്തതിനെ കുറിച്ചും പ്രതികരിക്കുകയായിരുന്നു സദാനന്ദൻ മാസ്റ്റർ. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ഇന്ന് സംസ്ഥാനത്ത് 3 ജില്ലകൾക്ക് റെഡ് അലർട്ട്. എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകൾക്കാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശി ജൈനമ്മയുടെ തിരോധാന കേസിൽ അറസ്റ്റിലായ സെബാസ്റ്റ്യനുമായുള്ള തെളിവെടുപ്പും ചോദ്യം ചെയ്യലും ഇന്നും തുടരും. ഒരു കൂസലുമില്ലാതെയാണ് സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെയിരിക്കുന്നത്. ചിരിയും മൗനവും മാത്രമാണ് ഉത്തരം. ചേർത്തല പള്ളിപ്പുറത്തെ വീട്ടിൽ സെബാസ്റ്റ്യനെ എത്തിച്ച് ഇന്നലെ നടത്തിയ തെളിവെടുപ്പിൽ കൂടുതൽ അസ്ഥികഷ്ണങ്ങളും സ്ത്രീകളുടെ വസ്ത്രത്തിന്റെ ഭാഗങ്ങളും സ്ത്രീകൾ ഉപയോഗിക്കുന്ന ബാഗും ലഭിച്ചിരുന്നു. ഇവയും പുരയിടത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച വെള്ളവും മണ്ണും ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. കണ്ടെത്തിയ അസ്ഥികഷ്ണങ്ങൾ DNA പരിശോധനയ്ക്ക് അയക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. സെബാസ്റ്റ്യന്റെ കസ്റ്റഡി അവസാനിക്കും മുമ്പ് കൂടുതൽ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കോട്ടയത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം. അങ്കണവാടിയിൽ കളിപ്പാട്ടം സൂക്ഷിച്ചിരുന്ന ഷെൽഫിൽ മൂർഖൻ പാമ്പ്. കുട്ടികൾക്ക് കളിപ്പാട്ടം എടുത്തു കൊടുക്കുന്നതിനിടെയാണ് അടപ്പില്ലാത്ത ഷെൽഫിൽ മൂർഖനെ കണ്ടത്. പാമ്പിനെ കണ്ട അങ്കണവാടി ടീച്ചർ ആനി നിലവിളിച്ച് തലചുറ്റി വീണു. കുട്ടികൾ ഷെൽഫിനടുത്തേക്ക് ഓടിയെത്തി. കുട്ടികളെ വാരിയെടുത്ത് ഓടുന്നതിനിടയിൽ സഹായി സുനിതയ്ക്കും വീണു പരിക്കേറ്റു. കരുമാല്ലൂർ പഞ്ചായത്തിലെ തടിക്കടവ് 121 നമ്പർ അങ്കണവാടിയിൽ ഇന്നലെ രാവിലെ 11-നാണ് സംഭവം. ആകെ 13 കുട്ടികളുള്ള അങ്കണവാടിയിൽ ഇന്നലെ 9 പേർ എത്തിയിരുന്നു. വനം വകുപ്പിന്റെ സർപ്പ ടീം അംഗം ആലങ്ങാട് സ്വദേശി VK രേഷ്ണു മൂർഖനെ പിടികൂടി. ഓൺലൈൻ സംവിധാനത്തിലെ സാങ്കേതിക തകരാർ കാരണം സംസ്ഥാനത്ത് കെട്ടിടങ്ങളുടെ ഒറ്റത്തവണ നികുതി പിരിവ് മുടങ്ങി. പണി പൂർത്തിയാക്കുന്ന കെട്ടിടങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് കെട്ടിട നമ്പരും ലഭിക്കുന്നില്ല. സർക്കാരിന് കിട്ടേണ്ട കോടികളുടെ നികുതിയും നിലച്ചു. സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങ് നടക്കാൻ ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കെ ചെങ്കോട്ടയിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമിച്ച 5 ബംഗ്ലാദേശി പൗരന്മാരെ അറസ്റ്റ് ചെയ്തു. 20-നും 25-നും ഇടയിൽ പ്രായമുള്ള അനധികൃത കുടിയേറ്റക്കാരെയാണ് ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തതെന്നാണ് വിവരം.
ഇവരിൽ ബംഗ്ലാദേശ് പൗരത്വം തെളിയിക്കുന്ന രേഖകൾ കണ്ടെടുത്തതായി പോലീസ് അറിയിച്ചു. പിടിയിലായവരെ ചോദ്യം ചെയ്തു വരികയാണ്. ഇവർ നഗരത്തിൽ കുറച്ചു കാലമായി വിവിധ ജോലികൾ ചെയ്ത് ജീവിക്കുകയായിരുന്നുവെന്നാണ് നിഗമനം. അതേസമയം ഓഗസ്റ്റ് 15 നടക്കാനിരിക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി ഡൽഹി പോലീസ് നടത്തിയ മോക്ക് ഡ്രില്ലിനിടെ ഡമ്മി ബോംബ് കണ്ടെത്താൻ സാധിക്കാത്തതിൽ നടപടിയെടുത്തു. ധർമ്മസ്ഥല സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. 2000 മുതൽ 2015 വരെ ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിൽ പരിധിയിലുണ്ടായിരുന്ന അസ്വാഭാവിക മരണങ്ങളുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം സ്റ്റേഷനിൽ നിന്ന് നീക്കം ചെയ്തെന്നാണ് വെളിപ്പെടുത്തൽ. ധർമ്മസ്ഥലയിലെ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹി ജയന്തിന് വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയിലാണ് പോലീസിൽ നിന്ന് ഈ മറുപടി ലഭിച്ചത്. അതിനിടെ മണ്ണ് നീക്കം ചെയ്ത പരിശോധനയിൽ വീണ്ടും അസ്ഥികൾ ലഭിച്ചെന്ന സൂചന. 11ാം സ്പോട്ടിൽ നിന്ന് 100 അടി മാറി നടത്തിയ പരിശോധനയിലാണ് അസ്ഥികൾ കണ്ടെത്തിയെന്ന സൂചനയുള്ളത്. 11ാം സ്പോട്ടിൽ പരിശോധന നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും മണ്ണ് നീക്കി പരിശോധന നടത്തിയില്ല. 11ാം സ്പോട്ടിലെ സാക്ഷി ചൂണ്ടിക്കാട്ടിയ സ്ഥലത്ത് നിന്ന് കുറേയേറെ ദൂരം മാറി ഉൾക്കാട്ടിലാണ് വിശദമായ പരിശോധന നടത്തുന്നതെന്നും പറയുന്നുണ്ട്. തെരച്ചിലിൽ കണ്ടെത്തിയത് അധികം പഴക്കമില്ലാത്ത മൃതദേഹമാണ്. സാക്ഷി ചൂണ്ടിക്കാണിച്ച ഇടത്തേക്ക് പോകുന്ന വഴിക്കാണ് മൃതദേഹം കണ്ടത്. മൃതദേഹം മണ്ണിനടിയിൽ കുഴിച്ചിട്ട നിലയിലായിരുന്നില്ല കണ്ടെത്തിയത്. പുരുഷന്റെ മൃതദേഹമാണെന്നാണ് സൂചന. മൃതദേഹത്തിന്റെ അടുത്ത് മുണ്ടും ഷർട്ടും ഒരു കയറും ഉണ്ടായിരുന്നു. പ്രഥമ ദൃഷ്ട്യാ ആത്മഹത്യ ചെയ്ത നിലയിലുള്ള മൃതദേഹമാണ് കണ്ടെത്തിയിട്ടുള്ളത്. മൃതദേഹത്തിന് വളരെയധികം വർഷം പഴക്കമില്ല എന്നാണ് വിവരം. അസ്ഥിപഞ്ജരം ഏതാണ്ട് പൂർണ്ണമായി കാണാമായിരുന്ന സ്ഥിതിയിലായിരുന്നുവെന്നും സൂചനയുണ്ട്. തമിഴ്നാട്ടിൽ സർക്കാർ പദ്ധതികൾക്ക് ജീവിച്ചിരിക്കുന്ന നേതാക്കളുടെ പേര് നൽകരുതെന്നും മദ്രാസ് ഹൈക്കോടതി. DMK സർക്കാരിന്റെ ഉങ്ങളുടൻ സ്റ്റാലിൻ എന്ന പേരിലുള്ള പദ്ധതിക്കെതിരെ അണ്ണാ DMK MP CV ഷൺമുഖവും അഭിഭാഷകൻ ഇനിയനും സമർപ്പിച്ച റിട്ട് ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ജീവിച്ചിരിക്കുന്നവരുടെ പേരിലാവരുത് സർക്കാർ പദ്ധതികൾ. നേതാക്കളുടെ പേര് പദ്ധതിക്ക് നൽകുന്നത് സുപ്രീം കോടതി ഉത്തരവുകളുടെ ലംഘനമാണ്. അതിനാൽ സംസ്ഥാന സർക്കാർ പദ്ധതികൾക്ക് MK സ്റ്റാലിന്റെ പേരോ ചിത്രമോ നൽകരുതെന്ന് കോടതി വ്യക്തമാക്കി. 2008 മാലേഗാവ് സ്ഫോടന കേസിന്റെ അന്വേഷണത്തിനിടെ മുൻ ഇന്ത്യൻ പോലീസ് സർവീസ് IPS ഉദ്യോഗസ്ഥൻ പരംബീർ സിംഗ് ഉൾപ്പെടെയുള്ളവരുടെ കൈകളിൽ നിന്ന് തനിക്ക് നേരിടേണ്ടി വന്ന ക്രൂരമായ ആക്രമണത്തെക്കുറിച്ച് വിശദീകരിച്ച് ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് ശ്രീകാന്ത് പുരോഹിത് 2013 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് എഴുതിയ കത്ത് ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടു. കേണൽ RK ശ്രീവാസ്തവ്, പരംബീർ സിംഗ്, മറ്റ് ATS ഉദ്യോഗസ്ഥർ എന്നിവരിൽ നിന്ന് ക്രൂരമായ പീഡനവും ആക്രമണവും നേരിടേണ്ടി വന്നതായി പുരോഹിത് തന്റെ കൈപ്പടയിൽ എഴുതിയ കത്തിൽ ആരോപിക്കുന്നു. പിന്നാലെ മാലേഗാവ് സ്ഫോടന അന്വേഷണത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡി പീഡനവും മോശം പെരുമാറ്റവും സംബന്ധിച്ച ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് BJP നേതാവ് സാധ്വി പ്രജ്ഞ സിംഗ് ഠാക്കൂർ 30 പേജുള്ള പരാതി പ്രത്യേക NIA കോടതിയിൽ സമർപ്പിച്ചു. കസ്റ്റഡിയിലെ ആദ്യ ദിവസങ്ങളിൽ അവർ അനുഭവിച്ചതായി ആരോപിക്കപ്പെടുന്ന ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ വിശദീകരിക്കുന്ന പരാതി ലഭിച്ചതായി കോടതിയും സമ്മതിച്ചു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി തുടരുന്നതിനാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് തക്ക മറുപടിയുമായി വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യയെ വിമർശിക്കുന്നവർ തന്നെയാണ് റഷ്യയുമായി വ്യാപാരം നടത്തുന്നതെന്നും ഇതൊരു രാഷ്ട്രീയ നീക്കമല്ല, മറിച്ച് ആഗോള വിപണി സാഹചര്യങ്ങൾ മൂലമുണ്ടായ ഒരു നിർബന്ധമായിരുന്നുവെന്നും ഇന്ത്യ വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ രൂക്ഷമായി വിമർശിച്ച് സുപ്രീം കോടതി. 2000 കിലോമീറ്ററോളം ഇന്ത്യൻ ഭൂമി ചൈന കയ്യേറിയെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞുവെന്ന് ചോദിച്ച കോടതി, നിങ്ങളൊരു യഥാർത്ഥ ഇന്ത്യക്കാരനാണെങ്കിൽ ഇങ്ങനെ പറയുകയില്ലായിരുന്നുവെന്നും തുറന്നടിച്ചു. ജസ്റ്റിസുമാരായ ദീപങ്കർ ദത്ത, അഗസ്റ്റിൻ ജോർജ് മാസിഹ എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ജൂതന്മാർക്ക് ആരാധന വിലക്കുന്ന ജെറൂസലേമിലെ അൽ അക്സ പള്ളിയിൽ ആരാധകരുമായി എത്തി പ്രാർത്ഥന നടത്തി തീവ്ര വലതുപക്ഷ നിലപാടുള്ള ഇസ്രായേൽ മന്ത്രി, ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻ ഗുർ ആണ് അൽ അക്സ മസ്ജിദ് വളപ്പിൽ ജൂതരുടെ ദുഃഖാചരണ ദിനമായ തിഷാബി ആവിന്റെ ഭാഗമായി പ്രാർത്ഥന നടത്തിയത്. പ്രാർത്ഥനയ്ക്ക് ശേഷം ഗാസ കീഴടക്കാൻ ഇറ്റാമർ ബെൻ ഗുർ ആഹ്വാനം ചെയ്തു. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ നെതന്യാഹു സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ട് ഇസ്രായേലിന്റെ മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥർ. ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ മുൻ തലവന്മാരുൾപ്പെടെ 550ഓളം പേർ ചേർന്നാണ് ട്രംപിന് തുറന്ന കത്തെഴുതിയത്. ഹമാസ് ഇനി ഒരിക്കലും ഇസ്രായേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയല്ലെന്നാണ് അനുഭവ പരിചയം മുൻനിർത്തിയുള്ള തങ്ങളുടെ വിലയിരുത്തലെന്ന് ഉദ്യോഗസ്ഥർ കത്തിൽ പറയുന്നു. കൊളംബിയയുടെ മുൻ പ്രസിഡന്റ് അൽവാരോ ഉറൈബിന് 12 വർഷം വീട്ടുതടങ്കൽ. കൊളംബിയൻ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം കൂട്ടക്കൊലകൾക്കും അതിക്രമങ്ങൾക്കും കാരണക്കാരനായ അർദ്ധസൈനികരുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു. ഇതിലെ സാക്ഷികളെ പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചതായി കണ്ടെത്തിയതിന് പിന്നാലെയാണ് കോടതി ഇത്തരത്തിലൊരു വിധി പ്രഖ്യാപിച്ചത്. കൊളംബിയയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മുൻ പ്രസിഡന്റ് ശിക്ഷിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.